മറ്റൊരു ചോദ്യം പല ആളുകളും ചോദിക്കാറുണ്ട്, ആംഗിളിൻ്റെ മേലെ വരെയുള്ള സോക്സ് ഇട്ടാൽ, അതായത് നമ്മൾ സോക്സ് ആംഗിളിനേക്കാൾ മുകളിൽ ഇട്ടാൽ പാൻറ് നെരിയാണിൻ്റെ താഴെയായ പ്രശ്നമുണ്ടോ എന്നാണ്. ചില ആൾക്ക് അതും തമ്മിൽ എന്തോ ബന്ധമുണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ട്. അതായത് സോക്സ് നമ്മൾ മേലെ വരെ ഇട്ടാൽ പിന്നെ നമുക്ക് പാൻറ്റോ അതല്ലെങ്കിൽ നമ്മൾ ഇടുന്ന എന്തോ അത് നെരിയാണിക്ക് താഴേക്ക് ഇറക്കി വിടാൻ പറ്റുമോ എന്നാണ്. അത് പറ്റൂല. നമുക്ക് താഴെ നിന്ന് സോക്സ് എത്രയും കയറ്റി ഇടാം, നെരിയാണിൻ്റെ മുകളിലോ താഴെ ഒപ്പം വേണമെങ്കിൽ ഇടാം. പക്ഷെ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന നമ്മുടെ വസ്ത്രം, അത് പാൻസ് ആകട്ടെ, തുണിയാകട്ടെ, ഇസാറാകട്ടെ, കമീസാകട്ടെ, എന്തു ആകട്ടെ, സിർവാലാകട്ടെ, എന്തു ആകട്ടെ, അത് നെരിയാണിയോടൊപ്പം അത്ര വരെ അതിൻ്റെ അവസാനത്തെ പരിധിയാണ്. അതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അതിൻ്റെ മുകളിലേക്കേ പറ്റുള്ളൂ, അതിൻ്റെ താഴേക്ക് പോകാൻ പാടില്ല. ഒരു ഹദീസിൽ കാണാം, നിങ്ങളുടെ മുസ്ലിമിൻ്റെ വസ്ത്രം അത് നിസ്ഫുസാക്കാണ്, നിര്യാണിയുടെ മധ്യത്തിലാണ്, പിന്നീട് അതിന് താഴെ കഅബ് വരെ പോകാം, അതിന് താഴേക്ക് പോകുന്നത് നരകത്തിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ആൾക്ക് ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ നരകത്തിൽ, ഇതൊക്കെ അവൻ്റെ യുക്തിയാണ് സഹോദരങ്ങളെ. അതല്ലാതെ നിൻ്റെ അടുക്ക് എവിടെയാണ് തെളിവ്? എവിടെയാണ് നിൻ്റെ അടുക്കൽ തെളിവുള്ളത്? അത് നിൻ്റെ യുക്തി മാത്രമാണ്. അതിനൊരു 1 ഇഞ്ച് വസ്ത്രം കൂടിയാൽ നരകത്തിലാവൂ, അവിടെ എന്താ പ്രശ്നം? സഹോദരൻ, ഇതൊക്കെ കേവല യുക്തികളാണ്. നിൻ്റെ യുക്തിയിലല്ല ദീൻ കിടക്കുന്നത്. മറിച്ച് ഹദീസ് വളരെ വ്യക്തമാണ്. അത് അഹങ്കാരത്തോടു കൂടിയാകുമ്പോൾ അതിൻ്റെ ശിക്ഷ ഒന്നുകൂടി അപകടമായിരിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്.